സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഒരു പാട്ട് പുറത്തിറക്കി അതിൽ സിഎമ്മിനെ പ്രകീർത്തിച്ചുള്ള പാട്ടെന്നുള്ള വാർത്തകളൊക്കെ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു? വാർത്ത വന്നതല്ലേ, വാർത്തയിൽ വന്നാൽ പിന്നെ നമ്മൾ ശ്രദ്ധയിൽപ്പെടൂല്ലേ? അല്ല അത് ആരാന്നറിയില്ല, എനിക്കറിയില്ല ഏതാ. ഞാനാ പാട്ടെന്താണെന്ന് കേട്ടില്ല. അല്ല, ഇപ്പം വല്ലാതെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേശം പുകഴ്ത്തൽ വന്നാൽ തന്നെ അതിന് വല്ലാത്ത അസ്വാസ്ഥ്യം നിങ്ങൾക്ക് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിന് എനിക്ക് സംശയമില്ല. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഒരു വലിയ കട്ടൗട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് സിഎം വരുന്നതിന്റെ സ്ഥലത്ത് ഇതേ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഹൈക്കോടതി അതിനകത്ത് കർശനമായ നിലപാടെടുത്തു, കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തു, ഫ്ലക്സുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ അതിനിടയിലാണ് സിഎമ്മിന്റെ തന്നെ വലിയ കട്ടൗട്ടോടുകൂടി ഇതില് വ്യക്തമായ നിലപാട് സംസ്ഥാന സർക്കാരിനുണ്ട്. അത് ഇവിടെ ഫ്ലക്സ് വെച്ചോ ബോർഡ് വെച്ചോ എന്നുള്ളതല്ല. നമ്മുടെ കേരളത്തിൽ ഒരു പ്രചരണവും ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് കേരളത്തിനെത്താൻ കഴിയില്ല. സ്വാഭാവികമായുള്ള പ്രചരണങ്ങൾ വേണ്ടിവരും. വിവിധ പ്രചരണങ്ങൾ നമ്മുടെ പല പ്രദേശങ്ങളിലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുമുണ്ട്. അതാകെ ഇല്ലാതാക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയുന്നതല്ല. അതിൽ സർക്കാർ കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം മാത്രമേ ഉള്ളൂ: നിയമവിധേയമായിരിക്കണം. നിയമവിധേയമായി മാത്രമേ കാര്യങ്ങൾ നടക്കാവൂ. ഇതിനകത്ത് ഫ്ലക്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവെ നേരത്തെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അപ്പോൾ ഫ്ലക്സ് ഒഴിവാക്കുന്ന നില സ്വീകരിക്കണം.